4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം വരുന്നതോടുകൂടി ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് മാർഗനിർദ്ദേശവുമായി UGC ബിരുദതലത്തിൽ നടപ്പാക്കുന്ന ഇൻറ്റേൺഷിപ്പ് സംബന്ധിച്ച വിശദ മാർഗരേഖ UGC പ്രസിദ്ധീകരിച്ചു. തൊഴിൽ നൈപുണിയും ഗവേഷണ പരിചയവും അല്ലെങ്കിൽ ഗവേഷണാഭിരുചിയും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ സ്വയംഭരണ കോളേജുകളിലും മറ്റുമായി ഇത്തരത്തിൽ ഇൻറ്റേൺഷിപ്പ്, അതായത് പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് നടപ്പിലാക്കുന്നത്. 4 വർഷ കോഴ്സുകൾക്കും 3 വർഷ കോഴ്സുകൾക്കും പ്രത്യേക നിർദ്ദേശങ്ങളും ഉണ്ട്. 120 മുതൽ 160 വരെ ക്രെഡിറ്റുകളുള്ള കോഴ്സുകളിൽ 2 മുതൽ 4 ക്രെഡിറ്റ് വരെയാണ് ഇൻറ്റേൺഷിപ്പിന് കിട്ടുക. എല്ലാ വിദ്യാർത്ഥികൾക്കും 4ാം സെമസ്റ്റർ കഴിഞ്ഞ് 60 മുതൽ 120 മണിക്കൂർ ദൈർഘ്യമുള്ള പരിശീലനമാണ് നടപ്പാക്കേണ്ടത്. 4 വർഷ റിസർച്ച് ഓണേഴ്സ് കോഴ്സുകൾക്കാണ് 8ാം സെമസ്റ്റർ പൂർണ്ണമായും ഇൻറ്റേൺഷിപ്പിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിന് ആകെ 20 ക്രെഡിറ്റുകളാണ് അനുവദിക്കുക. അതായത് UGC കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. കോളേജുകളിൽ അതായത് വികസന കേന്ദ്ര ഗവേഷണ പരിചയവും ഗവേഷണ വികസനങ്ങൾ ാണ് മുഖ്യ ചുമതല കൊടുക്കുന്നത്. ഓരോ വിഷയത്തിനും അനുയോജ്യമായ മേഖലകൾ തിരഞ്ഞെടുക്കേണ്ടതും ഇവരാണ്. അതായത് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് ഇതിൻ്റെ മെയിൻ ചാർജ് വരുന്നത്. ഓരോ കോളേജിനും സർവകലാശാലകൾക്കും ഒരു ഇൻറ്റേൺഷിപ്പ് കോർഡിനേറ്റർ വേണം. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ഇവർക്കായിരിക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് എങ്ങനെ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റിക്കൊണ്ട് വ്യക്തമായ മാർഗനിർദ്ദേശം UGC പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കോളേജുകളിലെ ഗവേഷണ കേന്ദ്രങ്ങൾക്കാണ് ഇതിൻ്റെ ചാർജ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കോളേജുകളിലും ഉണ്ടാവും. 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഇത് ഉപകാരപ്രദമാകുക. എന്തായാലും വഴിയെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇയർ മുതൽ നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇൻറ്റേൺഷിപ്പ് മാത്രമല്ല, ഇൻറ്റേൺഷിപ്പ് സമയത്ത് സ്റ്റൈപ്പൻഡ് കൊടുക്കണം. അത് ഏത് സ്ഥാപനത്തിലാണോ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അവരാണ് ആ സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടത്. അത് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കുട്ടികളെ കംഫർട്ടബിളായ വിധത്തിൽ അവർക്ക് താല്പര്യമുള്ള അനുയോജ്യമായ മേഖലകളിലേക്ക് കൊണ്ട് തീരുമാനമാക്കണം. അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. എന്തായാലും കാണാം, പുതിയൊരു മാറ്റം ഒത്തിരി ഉപകാരപ്രദമാണ് കുട്ടികൾക്ക്. ക്ലാസ് റൂമിൽ ഇരുന്ന് മാത്രം പഠിക്കുന്നതിനപ്പുറം നൈപുണ്യം, അതോടൊപ്പം കുട്ടികൾക്ക് അതായത് ഡിഗ്രി പ്രോഗ്രാമിലുണ്ടാകുന്ന നോർമലി ഇന്ന് പലരും പറയുന്ന 3 ഇയേഴ്സ് അല്ലെങ്കിൽ 6 സെമസ്റ്റർ കഴിയുമ്പോഴുണ്ടാകുന്ന ബോറിങ് അല്ലെങ്കിൽ ഓവർലോഡ് കണ്ടൻറ്റ് എന്നതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റം ഒരു ക്രിയേറ്റീവായൊരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം ഈ മാറ്റത്തിനായി.